നമ്മൾ ഈ KSRTC ബസ് ഡിപ്പോകളിലേക്ക് സമയമൊക്കെ അറിയാനായി വിളിക്കാറില്ലേ? അത് ഇപ്പോൾ വിളിക്കുന്നത് ലാൻഡ് ഫോൺ നമ്പറുകളിലേക്കാണ്. പക്ഷേ ഈ ലാൻഡ് ഫോണുകൾ അപ്രത്യക്ഷമാവുകയാണ് KSRTC നിന്ന്. അല്ലെങ്കിലും ഈ മൊബൈൽ ഫോണിൻ്റെ കാലത്ത് എന്തിന് ലാൻഡ് ഫോൺ എന്ന് ചിന്തിക്കുന്നവർ തന്നെ ആയിരിക്കില്ലേ നമ്മളെല്ലാവരും. അടുത്ത മാസം 1 മുതൽ എല്ലാ KSRTC ഡിപ്പോകളിലും പുതിയ മൊബൈൽ ഫോണുകൾ എത്തുകയാണ്. പുതിയ മൊബൈൽ നമ്പറിലൂടെ മാത്രമേ ജനങ്ങൾക്ക് KSRTCയുമായി ബന്ധപ്പെടാൻ കഴിയുകയുള്ളൂ. ഏതാണ്ട് 93 യൂണിറ്റുകളുടെയും മേധാവികൾക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. മൊബൈൽ നമ്പറുകൾ ജനങ്ങൾക്കിടയിൽ വ്യാപകമായി പ്രചരിപ്പിക്കാനും തീരുമാനിച്ചു. അശ്വിൻ ഡിയാഗോയുണ്ട് വിശദാംശങ്ങളുമായി. അശ്വിൻ, ഏതായാലും പുതിയ കാലത്ത് ഈ മാറ്റം നല്ലത് തന്നെയാണ്. പക്ഷേ എനിക്ക് അറിയേണ്ടുന്ന ഒരു കാര്യം, മിസ് കോൾ കണ്ടാൽ തിരിച്ചു വിളിക്കുമോ എന്നതാണ്. നമ്മൾ പലപ്പോഴും വിളിക്കുമ്പോൾ ലാൻഡ് ഫോൺ നമ്പർ ബിസി ആയിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകാറുണ്ട്. കൃത്യമായ മറുപടി കിട്ടാറില്ല. ഇങ്ങനെ ആളുകൾ ആവശ്യങ്ങൾക്കായി വിളിക്കുമ്പോൾ തിരിച്ചു വിളിക്കുമോ KSRTCയിൽ നിന്ന്? വിനിത, തീർച്ചയായും വിനീത സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണ നമ്മൾ KSRTC ഡിപ്പോകളിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വിവരം അറിയുന്നതിന് വേണ്ടിയോ KSRTCയുമായി ബന്ധപ്പെടുമ്പോൾ സാധാരണ നമുക്ക് കിട്ടുന്ന മറുപടി താങ്കൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ പരിധിക്ക് പുറത്താണ്, ഇല്ലെങ്കിൽ നമ്പർ നിലവിലില്ല, താങ്കൾ ക്യൂവിലാണ് എന്നൊക്കെയുള്ള മറുപടികളാണ് സാധാരണയായി കിട്ടാറ്. ഈ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക് കൃത്യമായി വിവരങ്ങൾ ലഭിക്കാതെ ബുദ്ധിമുട്ടുന്നതും സർവ്വസാധാരണമായി മാറിയിരുന്നു. ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം എന്നുള്ള മാർഗമായാണ് ഇപ്പോൾ മൊബൈൽ ഫോണുകൾ കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുന്നത്. ജൂലൈ 1 മുതൽ സമ്പൂർണ്ണമായും KSRTCയിൽ ഇനി മൊബൈൽ ഫോണുകൾ മാത്രമായിരിക്കും ഉണ്ടാവുക. ലാൻഡ് ഫോണുകളുടെ കാലം കഴിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ നേരത്തെ വരേണ്ട അപ്ഡേഷനാണ് എന്നൊരു ആരോപണം അല്ലെങ്കിൽ ആക്ഷേപം ഇപ്പോഴുമുണ്ട്. പക്ഷേ ഇപ്പോഴെങ്കിലും KSRTCയിൽ മൊബൈൽവൽക്കരണം വന്നത് നല്ലതായി എന്ന് തന്നെയാണ് യാത്രികരുടെ ഭാഗത്തു നിന്നും നമുക്ക് കിട്ടുന്ന വിവരം. ഈ മൊബൈൽ ഫോണുകൾ മാത്രമല്ല, ഈ മൊബൈൽ ഫോണുകൾ വരുമ്പോൾ ഒരു സമർപ്പിത സിം കാർഡും അതുപോലെ തന്നെ ഒരു പ്രത്യേക ഫോൺ നമ്പറുകളും ഉണ്ടാകും. ഈ നമ്പറുകളിലേക്ക് മാത്രമാണ് ഇനി വിളിക്കേണ്ടത്. ലാൻഡ് ഫോണുകളിലേക്ക് ഇനി വിളിച്ചാൽ കിട്ടില്ല. പ്രത്യേകിച്ച് ജൂലൈ 1 മുതൽ ഈ നമ്പറിലേക്ക് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായ ഒരു മറുപടി, യാത്രക്കാരുടെ സംശയങ്ങൾ മാറുന്ന തരത്തിലുള്ള മറുപടി ലഭിക്കും എന്നൊരു ഉറപ്പാണ് CMD നൽകിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ചിട്ടുള്ള ഉത്തരവ് കഴിഞ്ഞ ദിവസം CMD പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. 93 ഡിപ്പോകളിലേക്കാണ് ഈ മൊബൈൽ ഫോണുകൾ വരുന്നത്. മാത്രമല്ല മൊബൈൽ കാലമാണ്, KSRTCയും അപ്ഡേറ്റ് ആവുകയാണ്. മൊബൈൽ ഫോൺ നമ്പർ പുതിയതായി ഉടൻ തന്നെ KSRTC നൽകും. അതിലൂടെ ആയിരിക്കും ആളുകൾക്ക് വിവരങ്ങൾ ലഭിക്കുക. അശ്വിൻ ഡിയാഗോയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.